എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു യാചകൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ യാചകൻ വന്നിട്ട് അദ്ദേഹത്തോട് എന്തോ സഹായത്തിന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ദീനാർ എടുത്തുകൊണ്ട് ആ യാചകന്റെ കയ്യിലങ്ങ് കൊടുത്തു. അപ്പോ തന്റെ മകനുണ്ട് അങ്ങോട്ട് നിൽക്കുന്നു, തൊട്ടടുത്ത് തന്റെ മകൻ നിൽക്കുന്നുണ്ട്. ആ മകൻ പറയുന്നു, തഖബ്ബലല്ലാഹു മിൻക യാ അബത്താ, ഉപ്പ നിങ്ങളിൽ നിന്ന് ആ ധർമ്മം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കുറിച്ച് വെക്കേണ്ട വാക്കാണ്. അദ്ദേഹം പറയാണ്, ലൗ അലിംതു അന്നല്ലാഹ തഖബ്ബല മിന്നി സജദതൻ വാഹിദ ലം യകുൻ ഗായിബൻ അഹബ്ബു ഇലയ്യ മിനൽ മൗത്ത്. മോനെ, എന്നിൽ നിന്ന് അല്ലാഹു തആല ഒരു സുജൂദ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് മരണത്തെക്കാൾ ഇഷ്ടമുള്ള ഒരു അഭാവ വസ്തുവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ എൻ്റെ ഒരു സുജൂദ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ആ സ്പോട്ടിൽ എനിക്ക് മരിക്കലാണ് ഇഷ്ടം എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ആദം അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളുടെ ബലിയറവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വസ്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. രണ്ടുപേരോടും അല്ലാഹു തആല ഒരു വിഷയത്തിൽ പ്രാക്ഷിപ്തമായി കൊണ്ട് ബലിയറക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ബലിയറവിൽ ഒരാളുടേത് മാത്രം സ്വീകരിക്കുകയും തൊട്ടടുത്ത ആളുടേത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതും ഖുർആൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഒരാളത് സ്വീകരിക്കുകയും മറ്റേയാളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല എന്ത് കർമ്മങ്ങളും സ്വീകരിക്കണമെങ്കിൽ അത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നതായിരുന്നു കാര്യം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ മുത്തഖിയായിരിക്കണം, തഖ്വയുള്ളവരായിരിക്കണം. മറ്റൊന്ന് തഖ്ബീലിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നതാണ്. നിങ്ങൾ നോക്കി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുകൂടി ഞാൻ ഇവിടെ ചേർത്ത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറയാം, ലഇൻ അകൂന അഅലമു അന്ന അല്ലാഹ തഖബ്ബല മിന്നി അമലൻ അഹബ്ബു ഇലയ്യ മിൻ അൻ യകൂന ലീ മിൽഉൽ അർളി ദഹബ. എന്റെ എന്തെങ്കിലും ഒരു കർമ്മം അല്ലാഹു സ്വീകരിച്ചു എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ, നേരത്തെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എന്റെ എന്തെങ്കിലും ഒരു കർമ്മം അല്ലാഹു സ്വീകരിച്ചു എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ എനിക്ക് ഭൂമിയിൽ നിറയെ സ്വർണങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ എനിക്കിഷ്ടമതാണ് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരമല് സ്വീകരിക്കുക എന്നത് ഒരു മനുഷ്യൻ അല്ലാഹു തആല സ്വീകരിച്ചു എന്നത് ഒരു മനുഷ്യൻ അറിഞ്ഞാൽ അയാൾക്കുള്ള സന്തോഷവും അയാൾക്കുള്ളതായിരിക്കുന്ന ഒരു ഇഷ്ടവും എത്രത്തോളം ഉണ്ട് എന്ന്. പക്ഷേ എന്ത് സ്വീകരിച്ചു എന്ന് നമ്മൾക്കറിയില്ല, എന്തൊക്കെ അല്ലാഹു തആല സ്വീകരിച്ചില്ല എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ. മഹദിയായ ഹന്നത്ത് റളിയല്ലാഹു അൻഹ, മറിയം അലൈഹിസ്സലാമിന്റെ ഉമ്മ, ഒരു നേർച്ച നേർന്നുണ്ട്. ഇത് ഖാലത് ഇംറാതു ഇംറാന ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഹന്നത്ത് അലൈഹിസ്സലാമിന്റെ വയറ്റിലുള്ള ആ കുട്ടിയെ
മസ്ജിദുൽ അഖ്സയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് നേർച്ച ചെയ്യുകയാണ്. ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, എന്റെ ഉദരത്തിലുള്ള കുട്ടിയെ ഞാൻ മസ്ജിദുൽ അഖ്സയുടെ പരിപാലകനായി കൊണ്ട് നേർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു. തുടർന്ന് ഖുർആൻ പറയുന്നത് പ്രസവിച്ചപ്പോൾ അതൊരു പെൺകുട്ടിയായി മാറിപ്പോയി. പക്ഷേ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചത് കൊണ്ട് തന്നെ, പ്രാർത്ഥിച്ചത് കൊണ്ട് അല്ലാഹു സ്വീകരിച്ചത് കൊണ്ട് തന്നെ വതഖബ്ബലഹാ ബിഖബൂലിൻ ഹസൻ വഅംബതഹാ നബാതൻ ഹസന. അല്ലാഹു തആല നല്ല രീതിയിലുള്ള പ്രാർത്ഥനയെ കൊണ്ട് സ്വീകരിക്കുകയും എന്നിട്ട് ആ പെൺകുട്ടിയായ മറിയമിനെ സക്കരിയ അലൈഹിസ്സലാമിനെ വെച്ചുകൊണ്ട് അല്ലാഹു തആല നല്ല രീതിയിൽ വളർത്തുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. പ്രാർത്ഥനയായിരുന്നു. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്നുള്ള ഒരു വാക്കായിരുന്നു അതിന് കാരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയും കൂടി റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് ومن ذريتي ربنا وتقبل دعاء. നാഥ, എന്നെ നീ നമസ്കരിക്കുന്നവന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. എന്നെ നീ നമസ്കരിക്കുന്ന ഒരു മനുഷ്യനാക്കണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമ്മൾ അടിവരയിട്ട് നമ്മൾ ആലോചിക്കണം. നമസ്കരിക്കുന്നവനാക്കണമേ എന്ന് പറയുമ്പോ ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് കർമ്മം ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല നമസ്കാരമില്ലെങ്കിൽ. അതതിന്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കേണ്ടതാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്നാണ് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞത്. നമസ്കാരം അത് സമയബന്ധിതമാണ്. ഓരോന്നിന്റെയും സമയത്ത് അത് നിർവഹിക്കണം. നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സംവിധാനം വെച്ചിട്ടുണ്ട്, രോഗിയാണെങ്കിലും സംവിധാനം വെച്ചിട്ടുണ്ട്. പക്ഷേ നിരുപാധികം അതിന്റെ സമയത്തിൽ വിട്ട് ബന്ധിക്കുന്ന രീതി ശരിയല്ല എന്ന് നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്നെ നമസ്കരിക്കുന്നവന്റെ കൂട്ടത്തിൽ എന്നെ നമസ്കരിക്കുന്നവനാക്കണമേ എന്ന്. മാത്രമല്ല മക്കളെയും എന്റെ മക്കൾ നമസ്കരിക്കുന്ന മക്കളുമാക്കി തരണേ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ അനുഭവത്തിൽ നിന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബലിയറവിലൊക്കെ നമ്മൾ ആവേശം കൊള്ളുമ്പോ, നമ്മളെ സുന്നത്ത് മുറുകെ പിടിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടി ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു. എന്റെ മകനെ, എന്റെ മക്കളെ, 2 മക്കളെ നീ നമസ്കരിക്കുന്ന മക്കളാക്കി തരണമേ എന്ന്. അല്ല, അതിന് ശേഷം വരുന്ന പരമ്പരയും കൂടിയിട്ട് അങ്ങനെ നമസ്കരിക്കുന്നവരാക്കി തരണമേ എന്ന് നമ്മളാരെയും പ്രാർത്ഥിക്കാറുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്റെ പ്രാർത്ഥന സ്വീകരിക്കണം. ഈ 2 കാര്യം ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നത് നീ സ്വീകരിക്കണമെന്ന് ഈ പ്രാർത്ഥന എന്ന് ആലോചിച്ചു നോക്കുവാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം നമ്മൾ ഫിസ്ക് ഉണ്ടാവുക എന്നതാണ്. ധിക്കാരം, അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതിനാണ് ഫിസ്ക് എന്ന് പറയുക. قل أنفقوا طوعا أو كرها فلن يقبل منكم إنكم كنتم قوما فاسقين. മക്കയിലുള്ള മുശ്രിക്കുകളോട് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ ധർമ്മം ചെയ്യുന്നു, ദാനധർമ്മം ചെയ്യുന്നു. നിങ്ങൾ ആ ചെയ്യുന്നത് നിങ്ങൾ വഴിപ്പെട്ടിട്ട് ചെയ്തതാവട്ടെ, നിങ്ങൾ പെട്ടുകൊണ്ട് ചെയ്തതാവട്ടെ, എന്താണെങ്കിലും നിങ്ങളിൽ നിന്ന് ആ ദാനധർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളെ ധിക്കാരികളായ ഒരു ജനതയാണ്. നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരല്ലെങ്കിൽ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമസ്കാരത്തിന്റെ കൃത്യകാര്യത്തിൽ കൃത്യവിലോപം കാണിക്കുന്നവരാണെങ്കിൽ നമ്മൾ ബലിയറുത്തിട്ട് കാര്യമില്ല, നമ്മൾ പെരുന്നാൾ മാത്രം ആഘോഷിച്ചതുകൊണ്ട് കാര്യമില്ല. ഇവിടെ അടിവരയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ ഒന്നുകൂടി ഞാൻ കൽപ്പിക്കുകയാണ്, എന്നെയും എന്റെ മക്കളെയും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കണമേ എന്നോ. നമ്മളും അങ്ങനെയായിരിക്കണം. ഇഖ്ലാസ് പ്രധാനമാണ് ഏത് കർമ്മത്തിനും.
ഇഖ്ലാസ്, ആത്മാർത്ഥത, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രതിഫലമല്ലാതെ ഒരു മറ്റൊരാഗ്രഹവും ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ച് വലിയ അറിവിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കയിലുള്ള ആൾക്കാര് അവർ ബലിയറുത്തിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്. ആ ബലിയറുത്തിട്ട് മാംസത്തിന്റെ ഊപ്പുകളെ നമ്മൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്, അതിന്റെ കാലും ഒട്ടകത്തിന്റെയും ആട്ടിന്റെയും കാലും കൈയൊക്കെ അവർ കാബയിൽ കൊണ്ടുപോയി തൂക്കിയിരുന്നു. അതാണ് പുണ്യം എന്നവർ മനസ്സിലാക്കി. ചിലർ അതിന്റെ രക്തങ്ങളൊക്കെ എടുത്ത് ശരീരത്തിൽ പുരട്ടിയിരുന്നു. ചിലർ ഈ കാബയ്ക്ക് അതിന്റെ കാലും കൈയും കൊണ്ടൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ അല്ലാഹു തആല അവരോട് ആ വിശ്വാസത്തെ ഒക്കെ തിരുത്തിക്കൊണ്ട് പറയുന്നു, ഇതിനൊന്നുമല്ല വലിയ ബലിയറുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹു തആലക്ക് അതിന്റെ മാംസം നിങ്ങൾ വിതരണം ചെയ്തോ? ആ വിതരണം ചെയ്യുന്ന രീതികളും പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും അല്ലാഹുവിനെത്തുന്ന നിങ്ങളുടെ ഹൃദയത്തിനുള്ള തഖ്വ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ബലിയറവിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത് തഖ്വയാണ്. ആ തഖ്വ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു ബലിയറവായിരിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്നാണ് പ്രാർത്ഥന. ചിലർക്കൊക്കെ ആ പ്രാർത്ഥന അറിയാതിരിക്കാം. എന്താണ് അതിന്റെ അർത്ഥം? രാവിലെ മുതൽ, പ്രഭാതം മുതൽ വൈകുന്നേരം ആകുന്നത് വരെ ഒന്നും കുടിക്കാതിരുന്ന മനുഷ്യൻ വെള്ളം കുടിച്ചപ്പോൾ പറയുന്നതാണ് ദാഹം പോയി. ഞരമ്പുകളെല്ലാം, നാടിഞരമ്പുകളെല്ലാം നനഞ്ഞു, ആശ്വാസമായി. പക്ഷെ എനിക്ക് കിട്ടേണ്ടത് എന്താണ്? പ്രതിഫലമാണ്. അല്ലാഹ് ഉദ്ദേശിച്ചാൽ പ്രതിഫലവും കിട്ടി. പ്രതിഫലം കിട്ടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് പ്രതിഫലം കിട്ടുമോ? നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെയും നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മള് ഒരു നോമ്പ് മാത്രമല്ല, ഒരു ബലിയറവ് മാത്രമല്ല, ഒരു നമസ്കാരം മാത്രമല്ല, എന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഹന്നത്ത് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക.